ഹലോ ഗൈസ്, അങ്ങനെ അണ്ണന്മാരാരും നിലവിൽ വന്നില്ല. അണ്ണന്മാരൊക്കെ പേടിച്ച് മാളത്തിലൊളിച്ചു, ഷാനവാസ് തകർന്നടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി പൊട്ടി ഗൈസ്. ഈ എന്താ പറയണേ, ഈ ഒരു സത്യസന്ധത നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരും നുണകൾ പടച്ചു വിടുക, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക, എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നത് എടുത്തു വെച്ചുകൊണ്ട് വലിയ തമ്പനയിലും ഇട്ട് വായി തോന്നുന്ന വിവരക്കേടും പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ, അവരല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ കൂടി അവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഉള്ളത് പറയാലോ. എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. നമ്മളെയൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ, ഇത് കണ്ടിട്ട് സത്യസന്ധമായിട്ട് വിലയിരുത്താൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ദയവ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പം അണ്ണന്മാരെയൊക്കെ നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് കഴച്ചു കേട്ടോ. അണ്ണന്മാരൊന്നും വരണില്ല. അണ്ണന്മാരൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിച്ചു. അനീഷേട്ടൻ തകർത്തു എന്ന് മനസ്സിലായപ്പോൾ ഇവരൊക്കെ ഓടിയ വഴിയിൽ, കണ്ടം വഴി ഓടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഓടിയ വഴിയിൽ പുല്ല് പോലും കിളിർത്തിട്ടില്ല എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇന്ന് ഷാനവാസിക്കായുടെ, ഷാനൂക്കായുടെ ഗ്രാഫിങ് താഴെ പോരുന്നു എന്ന് തന്നെ പറയാം. ഷാനൂക്കായുടെ ഗ്രാഫ് പോരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ പടച്ചു വിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഈ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളൊരു തോന്നൽ വേണം. ഇന്ന് ഷാനൂക്ക എന്തോ ഒരു പൊട്ടത്തരം, എന്തൊരു വിവരക്കേടാണ് പറഞ്ഞത്. കാരണം അയാളുടെ ഇരട്ടത്താപ്പ്, അദ്ദേഹം എന്ത് ഉയരത്തിൽ, ഒരു നല്ല ഉയരത്തിൽ നിന്നൊരു മനുഷ്യനല്ല. ഈ 2 വീക്സ് ആയിട്ട് ആദില നൂറയുടെ കൂടി അല്ലെങ്കിൽ ഫാമിലി വന്നതിന് ശേഷം എന്തുമാത്രം മാറ്റമാണ്. ആ മാറ്റം പുള്ളിയുടെ ഗ്രാഫിക്ക് താഴെ കൊണ്ടുവന്നില്ലേ. ഇന്ന് തന്നെ ലാലേട്ടൻ അയാളെ എക്സ്പോസ് ചെയ്തില്ലേ. ആരെയാണ് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ആരെയാണ് വേണ്ടെന്ന് വെച്ചപ്പോൾ അനീഷേട്ടൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. അയാളുടെ മനസ്സിൽ ഒരു കളങ്കമില്ലാതെ അയാൾ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ അതാ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ പറയണമെന്ന് ചോദിക്കുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. ലാലേട്ടൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പറയേണ്ടി തന്നെ വന്നു. ലാലേട്ടൻ ഇത്രമാത്രം ദേഷ്യപ്പെട്ട് ഇതുവരെയുള്ളൊരു സീസണിൽ ഇത്രമാത്രം ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടോ. വളരെ ചുരുക്കം ഒന്നോരുണ്ട്. എനിക്കൊന്ന് ഫിസിക്കൽ അസൾട്ട് ചെയ്ത ആൾക്കാരോട് അങ്ങനെ എന്തെങ്കിലും ചൂടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഫിസിക്കൽ അസൾട്ട് ചെയ്തവർ അപ്പോൾ തന്നെ അങ്ങനെ കൺഫെഷൻ റൂമിൽ കൂടെ പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും ലാലേട്ടൻ ഇത്രയും ചൂടായി എന്ന് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ തൊട്ട് അത്യാവശ്യം ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ കാണാതിരുന്നെങ്കിലും ഇടയ്ക്ക് ഇതേ കണക്ക് നമ്മൾ ലൈവ് ഇടാൻ വേണ്ടി, നമുക്ക് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവ് മുഴുവൻ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം എല്ലാ എപ്പിസോഡും കണ്ട ഒരാളെന്ന നിലയിൽ ഇത്രയും വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നത് ഇനിയെങ്കിലും ഷാനവാസ് ചിന്തിക്കണം. ഷാനവാസിനെ ഫുൾ എക്സ്പോസ് ചെയ്ത് ഷാനവാസിനെ തുറന്ന് കാട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും അനീഷേട്ടൻ്റെ സത്യസന്ധത, അനീഷേട്ടൻ മികച്ച ഒരു ഗെയിമറാണ്. ഈ ഒരു സീസണിലെ കപ്പ് കൊണ്ടുവരാൻ ആ ഒരു ബിഗ് ബോസ് സീസൺ 7 ഒരേ ഒരാൾ ഉള്ളൂ എന്ന് തെളിഞ്ഞ് വരികയാണ്. പിന്നെ അനുമോൾ. അപ്പോൾ അനുമോൾ ആദില നൂറയുടെ കൂടെ അനുമോളുടെയും ഗ്രാഫ് താഴോട്ട് പോയി. കാരണം അനുമോൾ എൽ ജി ടി വി എന്ന് പറഞ്ഞ് എല്ലാവരും യൂട്യൂബർമാർ ഇനി ഇവരുടെ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ കുഴപ്പമാവുന്നത്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. LGBT കമ്മ്യൂണിറ്റിയെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ എടുത്തിട്ട് ചാർത്തെന്ന് വിചാരിച്ചാണോ എന്തോന്നറിയത്തില്ല. എന്തായാലും LGBT കമ്മ്യൂണിറ്റിയെ തൊട്ട് കഴിഞ്ഞാൽ മോശമാവുന്നത് അനുമോൾ എന്തായാലും അവരെ കൂടി അവരെ സപ്പോർട്ടറായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് അവരുടെ ഇന്നലെ രാത്രിയിൽ ഷാനവാസിക്കാർ ഇന്നലെ തന്നെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ LGBTക്കാരെ വലിയ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് അംഗീകരിക്കാത്ത ഒരാളായിരുന്നു ഷാനവാസിക്ക. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി പറയുന്നു, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വന്നാൽ ഞാൻ അവരെ എനിക്ക് കളയാൻ പറ്റുമോ, അവരെൻ്റെ ചോരയില്ല, ഞാൻ അംഗീകരിക്കുമെന്ന്. ഷാനവാസേ, എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ പാരൻസ് അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. എല്ലാവരും വീട്ടിൽ കയറി, ലാലേട്ടൻ വീട്ടിൽ കയറുന്ന കണക്ക് എല്ലാവരും അവരെ വീട്ടിൽ കയറ്റണമെന്നില്ലല്ലോ. വീട്ടിൽ കയറ്റുന്നില്ല, അവരുടെ നല്ല ബിഹേവിയർ ആയിരുന്നാൽ അവർ ഹ്യൂമൻ ബീങ്സ് ആണ്, എല്ലാവർക്കും വീട്ടിൽ കയറ്റാം. പക്ഷേ എല്ലാവരും അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴേ, നമ്മുടെ മക്കൾക്കാണ് അത് വരുമ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരു മക്കൾക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഒരു മക്കളും നല്ല നോർമലായിട്ട് തന്നെ എല്ലാ മക്കളും ജീവിക്കട്ടെ. കാരണം ഇതൊരിക്കലും നോർമലല്ല, ഇതൊരു അബ്നോർമലാണ്. ഒരാണും പെണ്ണും സെക്സിലേർപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടായി എന്നാലേ മനുഷ്യരാശി ഉണ്ടാവത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പെണ്ണും കല്യാണം കഴിക്കുന്നു, ആണും കല്യാണം കഴിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അവനവൻ്റെ ശരീരത്തിൽ ഒരു കുരു വരുമ്പോൾ ആ കുരു പൊട്ടി ഒലിക്കുമ്പോഴേ നമുക്കതിൻ്റെ വേദനയും നീറ്റിലും മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് ആരാൻ്റെ ദേഹത്തൊരു കുരു വന്ന് പൊട്ടി ഒലിച്ചാലോ ഒന്നും നമുക്കത് മനസ്സിലാവത്തില്ല. ആ വേദനയും നമുക്ക് മനസ്സിലാവത്തില്ല. നമുക്കിരുന്ന് ന്യായീകരിക്കാം, എന്തിനാണ് അവൻ ചൊറിയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവൻ ആ കുരുവിൽ ഇങ്ങനെ നീറുന്നത്, അല്ലെങ്കിൽ അവൻ എന്തിനാണ് അങ്ങനെ കരയുന്നത്,
പറയുന്നത് ആ കുരുവിനൊരു മരുന്ന് വെച്ചാലേ ഒരു കുരുവല്ലേ, അതിന് വലിയ കാര്യമൊന്നുമല്ല, ഒരു കുരുവല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ആ കുരു വന്ന് പഴുത്ത് വ്രണമാകുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ വേദനയും വിഷമവും നീറ്റലും എല്ലാം ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഇതും. ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ പിള്ളേരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന ഷാനവാസിക്കായിക്കോ ഇപ്പോൾ എനിക്കോ മനസ്സിലാകില്ല. എനിക്കിരുന്ന് ന്യായീകരിക്കാം, അല്ലെ ഷാനവാസിക്കാർക്കിരുന്ന് ന്യായീകരിക്കാം. എൻ്റെ മക്കളായിരുന്നെങ്കിൽ ഞാനങ്ങ് കയറ്റിയാണെന്ന്. സ്വന്തം മക്കൾക്ക് ഉണ്ടാകുമ്പോഴേ അത് വരുത്തുള്ളൂ. അതൊക്കെ ഒരു വലിയ ഇരട്ടത്താപ്പാണ് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം അത് ഇരട്ടത്താപ്പാണ്. അതിനു മുമ്പ് ഇവരൊരു പ്രശ്നം ഉണ്ടാക്കി. അനീഷേട്ടൻ ഇവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് നൂബിനോട്, ബിനിയുടെ ഭർത്താവിനോട് പറഞ്ഞൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കി. നൂബിനോട് പറഞ്ഞു, ഇവിടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കപ്പിൾസ് അല്ലേ എന്നുള്ളൊരു ആദിലയുടെ ഒരു ചോദ്യം അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയലും അതാണ് ആദിലയുടെ മനസ്സിൽ കിടക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ ഈ അനീഷേട്ടനോട്, അത് ഷാനവാസിക്ക ഈ ആദില നൂറയോട് സ്ക്രൂ വെച്ച് കൊടുത്തു. അത് അനുമോളുമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഇത്രയും ഈ ഷാനവാസിക്ക മോശമായത്. അവരുടെ ആ ഒരു സ്ക്രൂ ഈ ആദില നൂറയോട് എന്ന് കൂട്ടുകൂടി ഷാനവാസിക്ക അങ്ങേയറ്റത്ത് ഭയങ്കര കൂട്ടുകൂടിയതും അതോടുകൂടി ഷാനവാസിക്കയുടെ ഗ്രാഫ് തകർന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനുമോളും. ഈ ആദില നൂറയോട് എപ്പോൾ കൂട്ടുകൂടിയോ അപ്പം തൊട്ട് വീണ്ടും തകരാൻ തുടങ്ങി. ആദില നൂറ രഹസ്യമായിട്ട് അവരുടെ ഗെയിം പ്ലാൻ ഉണ്ട്, അത് അനുമോളെ കൂട്ടുന്നില്ല. അവർ രണ്ടുപേരുടെ ഗെയിം പ്ലാൻ സമയത്ത് എന്തുകൊണ്ടാണ് അനുമോളെ കൂട്ടാത്തത്? അവർ രണ്ടുപേരുള്ള ഗെയിം പ്ലാനിൽ എന്തുകൊണ്ടാണ് ഷാനവാസിക്കായെ കൂടാത്തത്? അവർക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അവരിവരെ സേവിക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത്, അവർ കപ്പും കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. അവരും ഗെയിം ടോപ്പ് 5 വരാനിരിക്കുന്നവരാ. അല്ലാണ്ട് അവരെന്തുകൊണ്ടാണ് ഇവരെ കൂടെ നിൽക്കുന്നത്? ഇവരുടെ എല്ലാ സപ്പോർട്ട് കിട്ടാൻ. ചിലപ്പോൾ ഷാനവാസൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവർ പുറത്തായി കഴിഞ്ഞാൽ ലെസ്ബിയൻ കപ്പിൾസ് പുറത്തായി കഴിഞ്ഞാൽ LGBT കൂടെക്കാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന്. അതുപോലെ അനുമോളും വിചാരിക്കുന്നുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കും. അതും അവരുടെയും ഷാനവാസിൻ്റെയും അനുമോളുടെയൊക്കെ ഒരു ഗെയിം ആയിരിക്കാം. ഗെയിം എന്തായാലും കളിക്കട്ടെ, ഗെയിമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എല്ലാവരും പരസ്പരം ഗെയിം കളിച്ചാൽ മതി. അല്ലാണ്ട് പെങ്ങളുകുട്ടി കാർഡും കൂട്ടുകാരി കാർഡും ഒക്കെ എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇവർ അനീഷേട്ടൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുവാണ്, എല്ലാവരും ഒറ്റക്കെട്ട്. എല്ലാവരും ഈ ഹൗസിലുള്ള 10 പേര് ഒറ്റക്കെട്ട്. അയാൾ മാത്രം എന്ത് കാര്യം വന്നാലും അയാൾ എല്ലാവരും കൂടി ഒരു എന്താ പറയണേ, അപ്പോൾ പറയുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു. അയാൾ ഒറ്റപ്പെടുത്തുവാണ്. ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലാതെ അയാൾ എങ്ങ് ചീത്ത പറയണം. ഇടയ്ക്ക് ലക്ഷ്മിയെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അയാൾ അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട്. അനീഷിടം പോയിട്ട് താങ്ക്സ്, എനിക്ക് സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് താങ്ക്സ് ലക്ഷ്മിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അയാളെ ഒറ്റപ്പെടുത്തി അങ്ങ് ഭയങ്കരമായിട്ട് ആക്രമിക്കുവാണ്. നമുക്ക് എന്തിനാണ് ആക്രമിക്കുന്നത്? നമുക്ക് തന്നെ കാണുന്നവർക്ക് ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് നമുക്ക് തോന്നുവാണ്. അത് അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഇവർ തന്നെയല്ലേ. ഇവരെന്തിനാണ് അനാവശ്യമായിട്ട് ഇപ്പോൾ സാബുണ്ണൻ്റെ കാര്യം തന്നെ വന്നപ്പോൾ സാബുണ്ണനോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇവരെന്തിനാണ് എല്ലാവരും ചാടിക്കയറി തള്ളിക്കയറി അങ്ങോട്ട് വരുന്നത്? അവരെയാണോ പറഞ്ഞത് 5 കോമണർമാർ 5 സാധാരണക്കാരെ കൊണ്ടുവരണമെന്ന്? ഇവർക്ക് എന്തിനാണ് ഇത്ര കൂടുതൽ ഇവർക്ക് എന്തിനാണ് ഇത്ര കൂടുതൽ ഇത് വരുന്നത്? ഇവരുടെ കുരു എന്തിനാണ് പൊട്ടുന്നത്? അയാളുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്? അത് ചോദിച്ചത് സാബുണ്ണനോടല്ലേ? അതിനെല്ലാവരുടെയും ഹൗസ് മേറ്റ്സ് 10 പേരും കൂടി അയാളുടെ തോളയിലോട്ട് കയറാൻ ചെല്ലുവാണ്. ഇതൊക്കെയാണ് അയാൾക്ക് ഇത്രയും ജനസമ്മതി. പിന്നെ അയാളുടെ സത്യസന്ധത. അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സത്യസന്ധമായ ഒരു കളിയുണ്ട്. അത് ലാലേട്ടൻ പോലും അംഗീകരിച്ചാണ്. ലാലേട്ടനൊന്നും ഇത്ര മികച്ച ഒരു ഗെയിമർ ഇതുവരെ എല്ലാ ബിഗ് ബോസ് ചരിത്രത്തിലും ഒരു ടോപ്പായിട്ടുള്ള ആൾക്കാരെ എപ്പോഴും വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഇത് അനീഷേട്ടനെ ഒരു വഴക്കും പറയുന്നില്ല. കാരണം എന്താ, എന്തെങ്കിലും അയാൾ പറയുമ്പോൾ പിന്നെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ അയാൾ മിണ്ടില്ല. അത്ര റെസ്പെക്റ്റാണ് കൊടുക്കുന്നത്. നമ്മളൊരു വ്യക്തികളുടെ കാഴ്ചപ്പാടാണ്. ഒരു വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം, മര്യാദ കാണുമ്പോഴാണ് നമുക്ക് അവരോട് സ്നേഹം തോന്നുന്നത്. ലാലേട്ടന് എന്തുകൊണ്ടാണ് അനീഷേട്ടനെ കുറച്ച് വഴക്ക് പറയാത്തത്? എന്താണ്, കൂടുതൽ വഴക്ക് പറയാൻ അദ്ദേഹത്തിന് തോന്നാറില്ല. കാരണം അദ്ദേഹം പറയുമ്പോൾ ഒരിക്കലും അനീഷേട്ടൻ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ലാലേട്ടൻ പറയുന്നത് എല്ലാം കേൾക്കുവാണ്. അയാൾ സമാധാനത്തോടെ നിന്ന് എല്ലാം കേൾക്കുവാണ്. അതുപോലെ അനീഷ് പറയൂ എന്ന് പറയുമ്പോൾ മാത്രമാണ് സംസാരിക്കുന്നത്. ഇന്ന് എത്ര പ്രാവശ്യം ഷാനവാസിനോട് വഴക്ക് പറഞ്ഞു? സംസാരിച്ചതിനാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയുക. അതെനിക്ക് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പോലും ഇടയ്ക്ക് കയറി പറയുക. അതെല്ലാവർക്കും ഉണ്ട് അവിടെ. ഹൗസ് മേറ്റ്സ് മിക്കവാറും എല്ലാവർക്കുമുള്ള ഒരു മോശം ക്വാളിറ്റിയാണ്. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയുക, ചുമ്മാ കയ്യും പൊക്കിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം കൈ പൊക്കിയിട്ട് താത്തിടാം. പക്ഷേ അനീഷ് അങ്ങനെയല്ല. അനീഷ് നിങ്ങളെ എല്ലാ എപ്പിസോഡിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് പറയൂ എന്ന് പറയുമ്പോഴാണ് അനീഷേട്ടൻ പറയുന്നത്. അതാണ് അയാളുടെ ഒരു ക്വാളിറ്റി. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റികൾ നമ്മൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് നമ്മൾ അയാളുടെ PR വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതുകൊണ്ടല്ല. അതിപ്പോൾ അവസാനം വരുമ്പോൾ
നമുക്ക് ഏത് വ്യക്തികളെയാണോ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തികളുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ അനിമോൾക്ക് വേണ്ടിയിട്ടും അനീഷേട്ടനും അനിമോൾക്കും അതുപോലെ തന്നെ ഷാനവാസ് ഇക്കാക്കും വേണ്ടിയിട്ട് ആദില നൂറയ്ക്ക് വേണ്ടിയിട്ട് വരെ ഞാൻ വീഡിയോ ഇട്ട ഒരാളാണ്. ആദ്യ ദിവസങ്ങളിൽ ഞാൻ ആദില നൂറയ്ക്ക് വരെ വീഡിയോ ഇട്ട ഒരാളാണ്. അപ്പോൾ നമുക്കത് പിന്നെ നമുക്ക്